വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി 4 ഹവറിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. 4 ഹവറിന്റെ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയതാണ്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് മുകളിൽ നോക്കിയാൽ കാണും, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ ഏരിയയിലേക്ക് ആദ്യത്തെ തവണ റീടെസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ റീടെസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് ഉണ്ട് 4 ഹവറിന്റെ. ആ ഒരു ഇംബാലൻസിലേക്ക് കഴിഞ്ഞ 4 ഹവറിന്റെ ക്യാൻഡിൽ വന്നിട്ട് റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റണ്ണിങ്ങിലുള്ള 4 ഹവർ ക്യാൻഡിലും ആ ഇംബാലൻസിൽ വന്ന് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഏരിയനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. മുകളിലോട്ട് കയറി പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളേഷനിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന് താഴെ ഒരു ഇംബാലൻസ് കൂടിയുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് മുകളിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈനെ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ആ ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് സപ്ലൈ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും വന്നപ്പോൾ സപ്ലൈ നടക്കുന്നുണ്ട്. വീണ്ടും അവിടേക്ക് തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസിൽ നിന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇവിടെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ പലതവണ മാർക്കറ്റ് വന്നിട്ട് നല്ല രീതിയിൽ വന്ന് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 1 ഹവറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അവിടേക്ക് ഇറങ്ങിയ ഒരു മാർക്കറ്റ് റീടെസ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ സ്ട്രോങ് റീടെസ്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എനിവേ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് 1 ഹവറിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുമ്പോൾ എൻട്രി ചാൻസ് ഒരെണ്ണം ഇവിടെ നിലവിൽ ഒരെണ്ണം ഉണ്ട്. അത് എന്ന് പറയുന്നത് നേരത്തെ ഈ കണ്ട ഇംബാലൻസിൽ നിന്ന്, ഇപ്പൊ ഇത് 4 ഹവറിന്റെ ഇംബാലൻസിൽ നിന്നായിരുന്നു. 4 ഹവർ ഇംബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്, ഒരു മൈനർ ബ്രേക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. അത് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് ഇറങ്ങുകയാണ്. അതായത് ഇപ്പോ കാണുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് സ്ട്രോങ് ആണ് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഒരു എൻട്രി സാധ്യത ഉണ്ട്. എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരെയാണ് എൻട്രി സാധ്യത വരുന്നത്. അവിടം വരെ ഒരു സെൽ എൻട്രി സാധ്യതയുണ്ട്. അതിന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സപ്പോർട്ട് ഏരിയയിലേക്ക്, നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഏരിയയിലേക്ക്, അതായത് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ്. അവിടേക്കും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ ക്ലോഷർ വരണം, എന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഇനി മറ്റൊരു സാധ്യത, ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ മറ്റൊരു എൻട്രി സാധ്യതയും കൂടി ഉണ്ട്. നോക്കിയാൽ കാണാം, ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കൂടെ പോകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ഒന്ന് റെസ്പെക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കയറി റെസ്പെക്ട് ചെയ്തിട്ട് വലിയൊരു ക്യാൻഡിൽ കൺഫർമേഷൻ മുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോവാം, ഈ റെസിസ്റ്റൻസ് വരെ പോവാം. പക്ഷെ അതൊരു ബൈ എൻട്രി ആയിട്ട് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഒരുപക്ഷെ അവിടെ പോയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം. അപ്പൊ അതുകൊണ്ട് അതിനെ ബൈ എൻട്രി ആയിട്ട് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇനി ആക്ച്വൽ ബൈ എൻട്രി വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ലൈനിലോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. വീണ്ടും നോക്കുകയാണെങ്കിൽ മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ആണ്. അപ്പൊ ഇത്രയാണ് ഒരു ബൈ എൻട്രിക്ക് കിട്ടേണ്ടുള്ള സാധ്യത. സെൽ എൻട്രിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്നും നല്ലൊരു കൺഫർമേഷനോട് കൂടി ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. 22ലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. എനിവേ അത് നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിനിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പ്ലസ് എൻട്രി സാധ്യതകൾ.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.